ഒന്നുകിൽ ജിൻഡോ ഇല്ലെങ്കിൽ അർജുൻ, രണ്ടിൽ ഒരാൾ തന്നെ ആയിരിക്കും വിന്നർ ആവാൻ പോകുന്നത്. വോട്ടിങ്ങിൻ്റെ ലൈൻസ് ക്ലോസ് ആയിരിക്കുകയാണ്. ഉടനെ തന്നെ ഓഡിറ്റിംഗ് റിസൾട്ട്സ് ഒക്കെ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് അറിയുന്ന മുറയ്ക്ക് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതിനൊക്കെ പുറമേ ആയിട്ട് സെക്കൻഡിനും തേർഡിനും ഇത്തവണ ക്യാഷ് പ്രൈസോ, മമ്മൂട്ടി ഇല്ലേ, എന്താണ് സംഭവങ്ങൾ പറയാം. കുറച്ച് അപ്ഡേറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സോ അൺസബ്സ്ക്രൈബ് അടിച്ച് പോവാതെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. അപ്പോൾ ഇപ്പം റിസൾട്ട് നമ്മുടെ വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ചെയ്തു. 10 മണി വരെ ആയിരുന്നു വോട്ടിങ്. ഇതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. എന്നിരുന്നാലും ജിൻഡോ അല്ലെങ്കിൽ അർജുൻ, ഇവർ രണ്ടുപേരിൽ ഒരാൾ തന്നെയായിരിക്കും വിന്നറാവാൻ സാധ്യത. ഇതിനകത്ത് ആര് വേണമെങ്കിലും ആവാം കേട്ടോ, ആര് വേണമെങ്കിലും ആവാം. കാരണം ഞാൻ നേരത്തെ വന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കണക്കാണ്. അതിനുശേഷം പിന്നെ 12 മണിക്കൂറത്തെ വോട്ടിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. എന്ത് ഇതിനകത്ത് നടന്നു എന്ന് നമുക്കറിയില്ല, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഒന്നുകിൽ അർജുൻ ഇല്ലെങ്കിൽ ജിൻഡോ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. ഡിസർവിങ് ആയിട്ടുള്ള പൊസിഷൻ, ആളുകൾ വോട്ട് കൊടുക്കുന്നതിന് പുറമേ ആയിട്ടാണ് നമ്മൾ ഡിസർവിങ് പൊസിഷൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ലെവലിൽ ഡിസർവിങ് പൊസിഷൻസ് കിട്ടുമോ അതോ അൺഡിസർവിങ് ആയി പോകുമോ എന്നുള്ളത്. പിന്നെ മമ്മൂട്ടി ഇല്ല കേട്ടോ, മമ്മൂക്ക ഇല്ല, മമ്മൂക്ക വരുന്നില്ല എന്നാണ് അറിയാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് അവരുടേതായിട്ട് കണക്ഷനുള്ള ഒരു സെക്കൻഡറി കണക്ഷൻ ഉണ്ട്, ചെറിയൊരു സെക്കൻഡറി കണക്ഷൻ വഴി. മമ്മൂക്ക ഇല്ല എന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇല്ല, അൾട്ടിമേറ്റ് ചിലപ്പോൾ നാളെ പ്രഖ്യാപിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക വരുന്ന കാര്യമൊക്കെ സീക്രട്ട് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം വീഡിയോയിൽ പറഞ്ഞത്. മമ്മൂക്ക ഇല്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെയായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് സെക്കൻഡിനും തേർഡിനും ക്യാഷ് പ്രൈസ്. മലയാളത്തിൽ ഇന്നുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. മൈജി ഉണ്ട് കേട്ടോ, ഇത്തവണയും മൈജി ഉണ്ട്, മൈജിയുടേത് ഇത്തവണയും ഉണ്ട്. അപ്പോൾ മൈജിയുടെ ഗിഫ്റ്റ് വൗച്ചറും ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഒരു 75% അവിടെ ഇരുന്നോട്ടെ, ഒരു 75%. അത് എത്രയാണെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. കേൾക്കുന്നുണ്ട്, ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ നിന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ബോണസ് ആണ്. അത് കൊടുക്കാനുള്ള കാരണം ഇങ്ങനെ കേട്ടത് സീസൺ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണ്, ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ 5 or 2 ഒക്കെ ആയിരിക്കും, അതിനപ്പുറത്തോട്ടൊന്നും പോകത്തില്ല. മാക്സിമം ഓഫ് ഒരു 5 ഒക്കെ അല്ലേ പോകത്തുള്ളൂ സെക്കൻഡിന് തേർഡിനൊക്കെ. അല്ല അവർക്ക് കൂടെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തം 1 കോടി രൂപയുടെ പ്രൈസ് ആവും. അപ്പം അങ്ങനെയാണ് അറിയുന്നത്. നോക്കാം നമുക്ക്. ചിലപ്പോൾ ഈ പറയുന്ന പണപ്പെട്ടി 5 ലക്ഷം അല്ലേ എടുത്തോളൂ. ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ വല്ല ബോണസൊക്കെ ആണോ എന്ന് അറിയത്തില്ല. നോക്കാം, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. വോട്ടിങ്ങിൻ്റെ റിസൾട്ടിൽ എന്തായാലും കിട്ടട്ടെ. ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇപ്പം എല്ലാവരും കയറുവാത്ത്. അവിടെ ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. എല്ലാവരും അവിടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരവനിലിരുന്ന് അവരുടെ റെഡിയാവുന്നു. ഓഡിയൻസ് എല്ലാവരെയും കയറ്റി തുടങ്ങാൻ പോവുകയാണ്. ഷൂട്ടിംഗ് ഉടനെ തുടങ്ങും. ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് ഉച്ചയ്ക്കൊരു 2 മണി ലഞ്ചിന് ശേഷമായിരിക്കും ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഈ കൊണ്ടുവരുന്ന അപ്ഡേറ്റിനൊക്കെ എന്തെങ്കിലും വില ഉണ്ടാവുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.